Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna Sigma Electronics Gallery Edavanna Para Arikod Manjeri Nilambur ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി എടവണ്ണയിൽ കേരളോത്സവത്തിന്റെ ഭാഗമായി സ്വാഗത സംഘ രൂപീകരണ യോഗം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടത്തിയത്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും വിവിധ വകുപ്പുകളെയും സഹകരിപ്പിച്ചുകൊണ്ടാണ് കേരളോത്സവം സംഘടിപ്പിച്ചു വരുന്നത്. യുവജനങ്ങളുടെ കലാപരവും സാംസ്കാരികവും കായികവുമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് അവസരമൊരുക്കുക, അവരിൽ സാഹോദര്യവും സഹകരണബോധവും സഹവർത്തിത്വവും വളർത്തുക, ഒരു പൊതുസംഗമ വേദിയിൽ ഒരുമിച്ച് കൂടുന്നതിന് അവസരമൊരുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരത്തിനായാണ് സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ കേരളോത്സവം വർഷത്തോറും സംഘടിപ്പിച്ചു പോരുന്നത്. കലാമത്സരങ്ങൾ, സാംസ്കാരിക മത്സരങ്ങൾ, കായിക മത്സരങ്ങൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഇനങ്ങൾ ഒരേ വേദിയിൽ നടത്തപ്പെടുന്നു എന്നതാണ് കേരളോത്സവത്തിന്റെ സവിശേഷമായ പ്രത്യേകത. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഗ്രാമപഞ്ചായത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ സംഘടിപ്പിക്കുന്ന കേരളോത്സവം സംഘടിപ്പിച്ചു വരുന്നത്. ഗ്രാമപഞ്ചായത്തിലെ മത്സരങ്ങളിൽ വിജയികളാകുന്നവർക്ക് ബ്ലോക്ക് തലത്തിൽ മത്സരിക്കാവുന്നതാണ്. ബ്ലോക്ക് തല മത്സര വിജയികൾക്ക് ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുക്കാം. ജില്ലാതല മത്സര വിജയികൾ സംസ്ഥാന കേരളോത്സവത്തിലും മത്സരിക്കും. കേരളോത്സവ സംഘാടനത്തിൽ യൂത്ത് ക്ലബ്ബുകൾ, യുവ ക്ലബ്ബുകൾ, അവൾഡൻ ക്ലബ്ബുകൾ, ടീം കേരള, മറ്റു ക്ലബ്ബുകൾ, കലാസാംസ്കാരിക സംഘടനകൾ, സ്പോർട്സ് ക്ലബ്ബുകൾ, കുടുംബശ്രീ സന്നദ്ധ സംഘടനകൾ, യുവജന രാഷ്ട്രീയ സംഘടനകൾ, കലാകായിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ, സാമൂഹിക അംഗീകാരമുള്ള പൊതുപ്രവർത്തകർ, കലാകായിക രംഗത്ത് പ്രവർത്തന പരിചയവും താൽപര്യമുള്ള അധ്യാപകർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ പങ്കാളിത്തം ഉറപ്പാക്കും. കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള ക്രിക്കറ്റ് മത്സരം നവംബർ 30 ശനിയാഴ്ച രാവിലെ 9 മുതൽ എടവണ്ണ ഇസ്ലാഹിയ ഓറിയന്റൽ സ്കൂൾ ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. കുണ്ടത്തോട് തണൽ മുരിക്കും കുറ്റി സംഘടിപ്പിക്കുന്ന ഫ്ലഡ് ലൈറ്റ് വോളിബോൾ ടൂർണമെന്റ് ഡിസംബർ 1 ഞായറാഴ്ച 5 മണി മുതൽ തണൽ മുരിക്കും കുറ്റി വോളിബോൾ കോർട്ടിൽ വെച്ച് നടക്കും. മറ്റു മത്സരങ്ങളുടെ തീയതികൾ പിന്നീട് പ്രഖ്യാപിക്കും. യോഗത്തിൽ വാർഡ് മെമ്പർമാരും കുടുംബശ്രീ വിവിധ ക്ലബ്ബ് ഭാരവാഹികളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും പങ്കെടുത്തിരുന്നു. നമ്മുടെ കേരളോത്സവം നമ്മൾ കഴിഞ്ഞ 2 വർഷകാലമായി വളരെ നല്ല രീതിയിൽ തന്നെ നടത്തിയിട്ടുണ്ട്. ഈ വർഷം നമ്മൾ കുറച്ചുകൂടി ഗംഭീരമായി, കാരണം ആളുകളെ പങ്കാളിത്തം കൂടുതൽ ഉറപ്പു വരുത്തിക്കൊണ്ട് നടത്തണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം നമ്മൾ നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൽ എല്ലാ പഞ്ചായത്തിൽ നിന്നും വ്യത്യസ്തമായി ചില ഐറ്റങ്ങൾ പല സ്ഥലങ്ങളിൽ വെച്ച് നടത്തിയൊരു അനുഭവം നമുക്കുണ്ട്. അത് നമ്മൾ വോളിബോൾ ആക്കുന്ന സ്പോർട്സ് ഐറ്റംസിലെ വോളിബോൾ ഒക്കെ ആണെങ്കിൽ നമ്മൾ കുണ്ടുതോട് വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ വടംവലി മത്സരം ചാത്തല്ലൂർ, അതേപോലെ ഗ്രാമങ്ങളിലേക്ക് ഈ മത്സരങ്ങൾ പോകുമ്പോൾ അത് കൂടുതൽ ആ നാടിന്റെ ഒരു ജനകീയ ഉത്സവമായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വർഷവും ഇത്തരത്തിലുള്ള ചില മത്സരങ്ങൾ വ്യത്യസ്തമായ വേദികളിൽ നടത്തുന്നത് നന്നാവും എന്നുള്ളൊരു അഭിപ്രായം. അത് സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഷെഡ്യൂൾ നമുക്ക് ഇടേണ്ടതുണ്ട്. കലാമത്സരങ്ങൾ നമുക്ക് ഒരു സ്ഥലത്ത് തന്നെയാണ് സംഘടിപ്പിക്കാൻ സാധിക്കുള്ളൂ. അത് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ സംഘടിപ്പിച്ച പോലെ പഞ്ചായത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട വേദിയിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലുമാണ് കഴിഞ്ഞ വർഷം 2 വർഷമായി നമ്മൾ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് സംഘടിപ്പിക്കാൻ ശ്രമിക്കാം. ഏതായാലും ജനങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് നാട്ടിലെ യുവജന സംഘടനകൾ, യുവജന രാഷ്ട്രീയ പാർട്ടി സംഘടനകൾ, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ, ഇവരൊക്കെ പ്രാതിനിധ്യം കുടുംബശ്രീയിൽ നമുക്കറിയാം വലിയ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സാധിക്കുന്നത് കുടുംബശ്രീ അടക്കമുള്ള എല്ലാ സാധ്യതകളെയും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള കേരളോത്സവം നമ്മുടെ പഞ്ചായത്തിനകത്ത് നമ്മൾ നടത്തേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ ഇതിന്റെ തീയതിയെ ബന്ധപ്പെട്ട് കേട്ടി സൂചിപ്പിച്ചു. നമുക്ക് കുറച്ച് വൈകിയാണ് നമുക്ക് നടത്താൻ സാധിക്കുന്നത്. നമ്മുടെ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയും തൃശ്ശൂർ ജില്ലയും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയും. അപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലയിൽ ചെറിയൊരു ഇളവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നവംബർ 30 നടത്തേണ്ടതായിരുന്നു പഞ്ചായത്ത് കലോത്സവം.
അതുകൊണ്ട് നമുക്ക് ഡിസംബർ 15 വരെ ഒരു ഇളവുണ്ട്. അതിന്റെ ഭാഗമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് 7-8 തീയതിയിൽ അടുത്ത ഡിസംബർ മാസത്തിലെ ആദ്യ ആഴ്ചയിൽ ശനി ഞായർ ദിവസമാണ് നമ്മൾ Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി